തദരീന ശങ്കരി പാഹിമാം പാഹിമാം ശ്രുതി മധുരധരനാദരൂപിണി ശങ്കരി പാഹിമാം പാഹിം ശ്രുതി മധുരധരനാദരൂപിണി ശങ്കരി പാഹിമാം പാഹിം ശ്രുതി മധുരധരനാദരൂപിണി ശങ്കരി പാഹിമാം 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 പൂജൈ ഭാവപ്രണീതമ അമൃതമന്ത്രങ്ങളിലൂടെ മാനസ പൂജൈ ഭാവപ്രണീതമ അമൃതമന്ത്രങ്ങളിലൂടെ നിൻ ഹൃദന്തം ജഗത്തിൽ അതമരുത്തു മരന്തം നിൻ ഹൃദന്തം ജഗത്തിൽ അതമരുത്തു മരന്തം സനി മദനി പാപ Sani pama, gamari sat, sani pama, gamari sat. Sardi ni sani pama, kade darda pama magavu sari wani ni mama ni gaga babu ni gaga sari ni gaga mama dada ni sa sari ni gaga gaga gati tarala nadarubini Shangari Ahima Ahima സർവചരാക്ഷരം കാണൂ നിന്നിൽ തൊഴുകൈ താമരയോളം സർവചരാക്ഷരം കാണൂ നിൻ മുന്നിൽ തൊഴുകൈ താമരയോളം നിൻ കരങ്ങൾ തൊടുമ്പോൾ അനപരിതമുണർന്നു പ്രകാശം നിൻ കരങ്ങൾ തൊടുമ്പോൾ അനപരിതമുണർന്നു പ്രകാശം Sani marani papa, Sani pama, gamari sat, Sani pama, gamari sat. Sari ni sani pare, darda madam gavu sari wani ni mamu ni gaga babu ni gaga sari ni gaga mama dada ni sari ni gaga gaga laya tarala nadarubini gamadani nadarubini Saga gama mada sani pamaga mada gama diga sati sadiga diga sati ni satani mada ni sat nadarubini gari sani dari da mada mada dari ni sa gari sa ni sani da gari sani da Madani nadarubini Shangari Pahima Pahima
ബാബു, ഹായ്. എങ്ങനെയുണ്ടായിരുന്നു നാദരൂപിണി പാടിയിട്ട്? മധുരവണി ഞാൻ പ്രതീക്ഷിച്ച അത്ര ശരിയായില്ലേ? ശരിയായിട്ടില്ല എന്നാണ്. അത്ര ഈസി പാട്ടല്ല വന്ന് സിമ്പിൾ ആയിട്ട് പാടാൻ. അതിന് അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നമുക്ക് പാടിയ ആളുടെ അടുത്ത് തന്നെ ചോദിക്കാം. ശ്രീയേട്ടാ, ബാബുവിന്റെ മാക്സിമം കഴിവ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ഈ പാട്ടിന്റെ പുറയിൽ അധ്വാനിച്ചിട്ടുണ്ട്, കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നെനിക്ക് വളരെ വ്യക്തമാണ്. താങ്ക് യു സർ. ഇത് ഞാൻ തന്നെ പല സ്റ്റേജിലും പാടാൻ പറയുമ്പോഴത്തേക്ക് ഒതുങ്ങാറുണ്ട്. കാരണം ചിലപ്പോൾ തെറ്റിപ്പോവും. അത് വളരെ റെയറായിട്ടുള്ള 1-2 കണ്ടസ്റ്റൻസ് മാത്രമാണ് ഐഡിയ സ്റ്റാർ സിംഗറിൽ പാടി ഒരുവിധം ഫലിപ്പിച്ചിട്ടുണ്ട്. അതില് എടുത്തു പറയേണ്ട ഒരാള് അരുൺ ഗോപൻ, കഴിഞ്ഞ വർഷം പാടിയ ശ്രീനാഥ് അസലായിട്ട് പാടി. അടുത്ത ഒരു അറ്റംപ്റ്റ് ഞാൻ കേൾക്കുന്ന ബാബുവിൻ്റെ നിന്നാണ്. പിന്നെ ഞാനിത് കറക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ സ്ഥലങ്ങളുണ്ട്. അമൃതമന്ത്രങ്ങളിലൂടെ പാഹിമാം എന്നുള്ളതിന്റെ സംഗതികൾ, താമരയോളം ആ സംഗതി, പിന്നെ സ്വരം കുറച്ച് സാരിധനീസിനി പാനി പകമ അതിന് ദാരിത മാതമ കാമ സരി അതൊക്കെ ആ താളത്തിന് വരാതെ അങ്ങോട്ട് ചാടിയും മറിഞ്ഞും ഒക്കെ പോയിട്ട് നിന്നു. പിന്നെ ലാസ്റ്റിലുള്ള മേലോട്ടുള്ള ഗാന്ധാരവും മധ്യമവും പഞ്ചമവും ഒന്നും വലുതായിട്ട് ചേരാത്തൊരവസ്ഥ വന്നു. പക്ഷേ ഇതിനെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം, ഇത് പരിശ്രമിച്ചല്ലോ. കാരണം ബാബു ഇതെടുത്ത് പരിശ്രമിച്ചു എന്നുള്ളതിൽ എനിക്ക് അത്യധികം സന്തോഷമുണ്ട്. ഓൾ ദി ബെസ്റ്റ്. ചിത്ര ചേച്ചി. ബാബു, ചിത്ര ചേച്ചി നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു കേട്ടോ ബാബു. ശരിക്കും ഇത്രയും ബാബു കഷ്ടപ്പെട്ട് പഠിച്ച് ഈ പാട്ട് പാടിയത് വലിയ സന്തോഷമുണ്ട് കേട്ടോ ബാബു. താങ്ക് യു ചേച്ചി. പിന്നെ എനിക്ക് തോന്നിയ 2 കാര്യങ്ങൾ പറയട്ടെ. ആദ്യത്തെ രാഗം പാടിയില്ലേ, രാഗം പാടിനകത്ത് ചില സംഗതികള് സ്പീഡ് കൂടിപ്പോയി. കുറച്ചുകൂടെ സമാധാനമായിട്ട് പാടിയാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നേന്ന് എനിക്ക് തോന്നുന്നു. ബാബു തോന്നിയില്ലേ? ബാബുവിന് തോന്നിയത്? തോന്നിയിട്ടുണ്ട്. അതെന്റെ കയ്യിൽ നിന്ന് ശബ്ദം എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എനിക്ക് അത് കിട്ടുന്നില്ല. അതാണ് ഞാൻ പിന്നെ അതുകൊണ്ടായിരിക്കും. അപ്പൊ പക്ഷെ ഒരു ഈ ശങ്കരി തുണ്ടുപല്ലവിയിലെ ശങ്കരി പാടുന്നില്ലേ, അത് വെക്കുന്ന ഒരു വല്ലാണ്ടങ്ങ് ഓടിപ്പോകുമ്പോ ആണ് അതിന്റെ ശരിക്കും ആ ഫ്രേസിംഗ് ഒക്കെ മാറിപ്പോകുന്നത് കേട്ടോ. തിസ്രത്തിൽ വരുന്നില്ലേ സ്വരം അവസാനത്തെ, അതിൽ ഒരിടത്തൊരു റീഗസാരി നീസ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെ സ്വരസ്ഥാനം തെറ്റി വന്നിരുന്നു. ഇത്രയൊക്കെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത് ബാബു. പക്ഷെ ബാബുവിന്റെ ഈ ഒരു പരിശ്രമത്തിന് അങ്ങേറ്റം ഞങ്ങൾ എല്ലാവരും അഭിനന്ദിക്കുന്നു കേട്ടോ. നന്നായിരുന്നു ബാബു. താങ്ക് യു സർ. കേട്ടോ, നന്നായിരുന്നു. പിന്നെ ബാബു, എനിക്കുള്ള ഒരു അഡ്വൈസ്, ബാബുന് ഈ സംഗതികൾക്കെല്ലാം കുറച്ചും കൂടെ ബലം കുറയ്ക്കും കേട്ടോ. വല്ലാണ്ടും കൂടെ ശക്തി കൊടുക്കുമ്പോഴത്തേക്ക് എന്റെ സുഖം അങ്ങോട്ട് പോകും കേട്ടോ. അത് ബാബു ഒന്ന് കൺട്രോൾ ചെയ്താലും നമുക്ക് ഈസി ആയിട്ട് നടക്കും. ഇനി പാടുമ്പോ ശ്രദ്ധിച്ചോണം, നാക്കാണ്ട് കുറച്ച് സമാധാന രൂപേണ പോയാല് ഇത് നമുക്ക് വഴങ്ങും കേട്ടോ. നല്ല സുഖമാണ് ബാബു പാടുന്നത് കേൾക്കാൻ. പിന്നെ കുറച്ച് അവസാനം സ്വരമൊക്കെ ഓടിപ്പോയി കുറച്ച്. പിന്നെ കുറച്ച് ശ്രുതിയൊക്കെ ശ്രദ്ധിച്ചോ ബാബു കേട്ടോ. വേറൊന്നുമില്ല ബാബു. കാര്യം പരിശ്രമത്തിന് ഡെഫിനറ്റായിട്ട് ദൈവം ഫലം തരും. മോന് പരിശ്രമിച്ചിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാണ് കേട്ടോ. ഓൾ ദി ബെസ്റ്റ് ബാബു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത്. അനുരാധ. ബാബു, അനുരാധയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അഭിനന്ദനങ്ങൾ. ഇങ്ങനെ ഒരു ചാലഞ്ചിങ് സോങ് ഈ വേദിയിൽ അവതരിപ്പിച്ചത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ ഇത് ഒരുപാട് ചാലഞ്ചിങ് സോങ് ആണ്. നമുക്ക് ചാലഞ്ചിങ് സോങ്സ് ഒരു ഡിക്ഷണറി പോലെയാണ്, അതൊരു ലൈബ്രറി പോലെ. നമുക്ക് എന്തെങ്കിലും മ്യൂസിക്കില് പ്രോഗ്രസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ സോങ്സ് തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യണം. അതില് ഒരുപാട് വിഷയങ്ങളുണ്ട് നമുക്ക് പഠിക്കാൻ. പക്ഷെ നമുക്ക് മാർക്സും വേണം, എലിമിനേഷൻ വേണ്ട, നമുക്ക് പ്രോഗ്രസ് ചെയ്യണം. സോ നമ്മൾ വൈസായിട്ട് ചില സോങ്സ് നമ്മൾ സെലക്ട് ചെയ്യാം. ഓക്കെ ബാബു, ഗുഡ് ലക്ക്. താങ്ക് യു ജഡ്ജസ്. ഓക്കെ ബാബു, ബാബുവിന്റെ സെക്കൻഡ് റൗണ്ട് ഓഫ് മാർക്സ് ആണ്. ആദ്യത്തെ 75 അല്ലേ? ഇതിൽ നോക്കാം. അനുരാധ ഔട്ട് ഓഫ് 10. 7 on 10. ശ്രീയേട്ട 23. 23. ശരത്. ബാബു സർ, എനിക്കെന്തോ ബാബുവിന്റെ കൈവച്ച് അതൊരു പുതിയ ഐറ്റം ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ എന്തെങ്കിലും? അതാ അതിന്റെ ഒരു മണം എനിക്ക് ഇവിടെ വരെ വന്നു. എന്റെ കുട്ടിക്കാലം മുതൽക്ക് ഓച്ചിറ ക്ഷേത്രം എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് 12 വിളക്ക് മഹോത്സവം എന്ന് പറഞ്ഞ ഓച്ചിറയിലെ പരബ്രഹ്മമൂർത്തിയുടെ ചൈതന്യം തുളുമ്പുന്ന. അവിടെ ഈ 12 ദിവസം സാധാരണ നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ വെക്കുന്നത് എല്ലാ ദിവസവും വെളുപ്പിനെ ലീലമ്മ, MS സുബ്ബലക്ഷ്മി അമ്മ ഇവരൊക്കെ പാടിയ ഹരിനാമ കീർത്തനം, വെങ്കടേശ്വര സുപ്രഭാതം ഇതൊക്കെയാണ്. പക്ഷെ ഈ 12 ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്
രണ്ട് മഹത് വ്യക്തികൾ, അത് ഭാഗവത പാരായണത്തിൽ വളരെ പ്രാതിനിധ്യം നേടിയിട്ടുള്ള മഹത് വ്യക്തികളാണ്. ഒന്ന് തഴവ രാമകൃഷ്ണപിള്ള സാറ്, മറ്റൊന്ന് കൃഷ്ണപുരം ജനാർദ്ദനൻ പിള്ള സാറ്. അപ്പൊ ഈ തഴവ രാമകൃഷ്ണപിള്ള സാർ ഇന്ന് നമ്മോടൊപ്പമില്ല, കൃഷ്ണപുരം ജനാർദ്ദനൻ പിള്ള സാറ് നമ്മോടൊപ്പം ഇന്നുമുണ്ട്. അപ്പോൾ ഇവരെ ഞാൻ ഒരു 20 വർഷങ്ങൾക്ക് അപ്പുറം നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അന്ന് വെളുപ്പിനെ ഹരിനാമ കീർത്തനം അവിടെ ചൊല്ലുന്നത് ഇപ്രകാരമാണ്. ആദ്യം ഈ ഹരിനാമ കീർത്തനം ചൊല്ലുന്നേക്കാൾ മുൻപ് തഴവ രാമകൃഷ്ണപിള്ള സാറ് ഓഡിറ്റോറിയത്തിൽ അനൗൺസ് ചെയ്യും, ഭക്തജനങ്ങളെ ഹരിനാമ കീർത്തനം ആരംഭിക്കുകയാണ്. എല്ലാവരും വെളുപ്പിന് ഈ ഓഡിറ്റോറിയത്തിൽ കിടന്നുറങ്ങുന്ന ചില വ്യക്തികളുണ്ടെങ്കിൽ തൊട്ടടുത്തിരിക്കുന്നവരോടെ അവരെ വിളിച്ചൊന്നുണർത്തി ഈ ഹരിനാമ കീർത്തനത്തിൽ പങ്കെടുപ്പിക്കേണ്ടതാണ്. ഇത്രയും അദ്ദേഹം പറയാറുണ്ട്. അപ്പം ഇത് ഹരിനാമ കീർത്തനം തുടക്കം വിടുന്നത് കൃഷ്ണപുരം ജനാർദ്ദനൻ പിള്ള സാറാണ്. അപ്പൊ നമുക്കിത് ശ്രുതി ഏതാണെന്നൊന്നും പറയാൻ സാധിക്കില്ല, അത് വേറൊരു തരത്തിലാണ്. നാരായണായ നമഃ നാരായണായ നമഃ നാരായണായ നമഃ നാരായണായ നമഃ. ഇതാണ് അദ്ദേഹം. ഇനി അടുത്തത് മറ്റേ തഴവ രാമകൃഷ്ണപിള്ള സാറിന്റെ, അത് സംഗതി തന്നെ, പക്ഷെ ഇതിന് വ്യത്യസ്തമാണ്. ഓംകാരമായ പൊരുളുമായി പിരിഞ്ഞുടനെ ആകാരമായത്തിനു അപ്പൊ നമുക്ക് ഈ ഭക്തിയിൽ നിന്ന് ഒരു മുക്തി നേടാൻ വേണ്ടി രഞ്ജിനി ആ നാദരൂപിണി എന്നുള്ള 2 ലൈൻ പാടുവോ? Look at Anuradha's expression. Anuradha, you don't understand. എനിക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്, ഒന്ന് പറഞ്ഞു കൊടുക്കുക സാർ എന്റെ ഗിഫ്റ്റിനെ കുറിച്ച്. എന്താ ഈ ഭയങ്കര ഇമ്പോസിബിൾ കോമ്പോസിഷൻസ് ഒക്കെ ഇല്ലേ, ഈസി ആയിട്ട് പാടും, വളരെ ഈസി ആയിട്ട് പാടും. ഈസി ആയിട്ടുള്ളത് പാടാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ മന്ത്രം was so easy. പിന്നെ that I'll show you another day. So please ഒരു groovy beat തരൂ. 1 2 watch. നാദരൂപിണി ശങ്കരി പാഹിമാം പാഹിമാം ശ്രുതി മധുരതർ നാദരൂപിണി ശങ്കരി പാഹിമാം പാഹിമാം നാദരൂപിണി ശങ്കരി പാഹിമാം പാഹിമാം ശ്രുതി മധുരതർ നാദരൂപിണി ശങ്കരി പാഹിമാം പാഹിമാം. ആ കാലെവിടെ? കാല് ഭയങ്കര മൂവ്മെന്റ് ആണ്, എന്നാലേ എനിക്ക് ചെയ്യാൻ പറ്റും. പ്രണമിച്ച് ആശംസിക്കുന്നു, ഞാൻ ആശംസിക്കുന്നു. ഈ തൊഴിൽ എന്താണെന്നറിയാമല്ലോ. എന്തുകൊണ്ട് മോളെ ഇത്രയും എന്താ പറ നിർത്തിയതിന് രഞ്ജിനി എങ്ങനെ പാടിയെന്ന് ബാബുന് ഇമിറ്റേറ്റ് ചെയ്യാവോ? ഞാൻ വേറൊരു പാട്ട്, നമ്മളൊരു അത് ഇതായിട്ടല്ല, ഒരു വെസ്റ്റേൺ മ്യൂസിക് ഇടാൻ ഞാൻ വേറൊരു സംഗതി കേൾപ്പിച്ചത്. പക്ഷെ ഒരിക്കലും ഒരു നല്ലൊരു പാട്ടാണ്, പക്ഷെ അതൊരു നമ്മൾ അതിനെ വൾഗറാക്കുകയല്ല. ഇന്നത്തെ ഈ എന്താ പറയാ റീമിക്സും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമ്മളിപ്പം അതും ഒരു ആധ്യാത്മികമാണ്, നമ്മൾ അതിനൊരു വെസ്റ്റേൺ വെക്കിരിക്കുകയാണ്. ഈശ്വര ചിന്ത ഈശ്വര ചിന്ത ഈശ്വര ചിന്ത ഈശ്വര ചിന്ത ഇതൊന്നേ മനുഷ്യന് ശാശ്വതമേ ഉലകിൽ കണ്ണിൽ കാൺപത് കളിയായി മറയൂ കണ്ണിൽ കാൺപത് കളിയായി മറയും കാണാത്തത് നാം എങ്ങനെ അറിയും. ഈശ്വര ചിന്ത ഈശ്വര ചിന്ത ഈശ്വര ചിന്ത ഈശ്വര ചിന്ത ഈശ്വര ചിന്ത. 23 marks. 23 marks ആണോ സാർ പറഞ്ഞത്? ഓൾറൈറ്റ്, എക്സലന്റ്. ചിത്ര ചേച്ചി, ബാബുന് ചോദ്യം വേണ്ടേ? ഗോൾഡ് കോയിനുള്ള ചോദ്യം അതുണ്ടല്ലേ. ആദ്യത്തെ ചോദ്യം രഞ്ജിനി ഹരിദാസിന്റെ ഗുരു ആരാണെന്നാണ്. ഞാൻ പറയാം, പിച്ചളൈ ഭാഗവതരാണ്. അതെ, അതിന് കാണാനില്ലേ ഗുണം? ബാബു, ചോദ്യം എന്താന്ന് വെച്ചാല് ഹിസൈനസ് അബ്ദുള്ള എന്ന ഫിലിമിലത്തെ പാട്ടാണല്ലോ ബാബു പാടിയത്. ഈ ഫിലിമിലത്തെ അഭിനയത്തിന് മികച്ച സഹനടനുള്ള ദേശീയ പുരസ്കാരം നേടിയത് ആരാണെന്നുള്ളതാണ്. നെടുമുടി വേണു. കറക്റ്റ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സ്വർണ്ണനാണെ അടിച്ചു, വീണ്ടും സ്വർണ്ണനാണെ അടിച്ചു. ഞാൻ കൊണ്ടുവരാം. പിച്ചളക്കി ഭാഗത്തുള്ള ശിഷ്യ പോയി വായിക്കുന്നത്. Congratulations.
കൺഗ്രാറ്റുലേഷൻസ് ബാബു. ഞാൻ ബാബുന് 22 മാർക്ക്. 22. ബാബുവിന്റെ ടോട്ടൽ മാർക്ക് 75. 75 ആണ്. അപ്പൊ 2 റൗണ്ട്സിൽ